Good afternoon. Good afternoon, ma'am. Yeah, good afternoon. എന്താണ് എല്ലാവരും ഉറക്കാണോ? എന്താണ് ആരൊന്നും മിണ്ടുന്നില്ല? ആരുമില്ലേ ക്ലാസ്സില്? ഉണ്ട്. എന്നിട്ട് മിണ്ടാത്തെ? ആ ടോമില്ലേ ഇന്ന്? ജോയിൻ ചെയ്തായിരുന്നല്ലോ. ഓക്കെ, സൈലന്റ് ആണല്ലോ ക്ലാസ്. എന്ത് പറ്റി? ആക്റ്റീവ് ആണോ എല്ലാവരും? പറയൂ, ആരില്ലേ? സ്നേഹ, അമ്പിളി, യെസ്, സംസാരിക്കൂ. പ്രിപ്പയർഡ് ആണോ എല്ലാവരും? Yes, ma'am. Yeah, പ്രിപ്പയർഡ് ആണ്. ബാക്കി എല്ലാവരും മിണ്ടാത്തെ? പ്രിപ്പയർഡ് ആണോ? സജ്ന, ഷൈനി, സൂസൻ, ഫർസാന, ടോം, അമ്പിളി, പറയൂ, പ്രിപ്പയർഡ് ആണോ? Why is so silent? Yes, ma'am. Yes, ma'am. Yeah, അപ്പോ പ്രിപ്പയർഡ് ആയവര് സ്റ്റാർട്ട് ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാ, പ്രസന്റ് ചെയ്യാ. ഓക്കെ, റെഡി? Susan Paul. Okay, you can start now. Susan. മിസ്സേ, ഞാൻ നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലും നെക്സ്റ്റ് എന്നാ പറഞ്ഞേ. അല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ് പ്രസന്റ് ചെയ്തല്ലോ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. സോറി, മൈ മിസ്റ്റേക്ക്. പ്രസന്റ് ചെയ്തോ? ഇനി ആരെങ്കിലും പ്രസന്റ് ചെയ്യൂ. എന്താണിത്? ഭയങ്കര ശോഭമുള്ള ക്ലാസ്. ടോമില്ല, ടോം ഉണ്ടല്ലോ. എന്റെ ടോമൊന്നും ഇണ്ടാത്തെ? കഴിഞ്ഞ ക്ലാസ്സിൽ 58 പേരുണ്ടായിരുന്നു, ഇപ്പൊ 10 പേരേ ഉള്ളൂ. സ്വാഭാവികമാണ്. ഓക്കെ, അമ്പിളി, ടോം എന്താ ഇണ്ടാത്തെ? അമ്പിളി പോയോ? അമ്പിളി, ഞാനിവിടെ ഉണ്ട് മിസ്സേ. എന്താണ് ടോം? എന്താണ് ടോം? എന്ത് പറ്റി? ആക്റ്റീവ് അല്ലല്ലോ. ടോം ഇച്ചിരി മുമ്പേ ഉണ്ടായിരുന്നല്ലോ സ്ക്രീനില്. ടോം ഉണ്ടല്ലോ, പക്ഷെ മിണ്ടുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ക്ലാസ്സിലുണ്ട്, ആളുകളുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. ടോം വെള്ളം കുടിക്കാൻ പോയിട്ടാണ്, ബ്രേക്ക് എടുത്തതാ. ഓക്കെ, പ്രസന്റ് ചെയ്യാം നമുക്ക്. ആരാ പ്രസന്റ് ചെയ്യാ? സ്നേഹ ചെയ്താലോ നമുക്ക്? ടോം വന്നിട്ടുണ്ട് മാം. മിണ്ടുന്നു, മിണ്ടു, സംസാരിക്കണോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച് എങ്ങനെ കേൾക്കാനാ? ഓക്കെ, സ്നേഹ പ്രസന്റ് ചെയ്യൂ. സ്നേഹ, ഷിജു, എന്താണിത്? പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ എന്റെ ടോപ്പിക്കിലേക്ക് ഞാൻ പോകട്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, പറയൂ. പ്രസന്റ് ടോപ്പിക് കോൺഫിഡൻസ്. Good afternoon, respected ma'am and my dear friends.
Today I am going to speak about an important topic, that is confidence. First of all, we can see what is confidence. Confidence is nothing but believing in yourself. Uh, Confidence, self-confidence makes a way to success. Confidence uh, is the key to success. Sometimes failure may come in our life, but if we are confident, we can overcome any tough situations in our life. Uh, I strongly believe that nothing is impossible to us. So, friends, always try to be confident. Thank you all. എനിക്കും അതേ പറയാനുള്ളൂ. എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുമ്പോഴൊന്നും മിണ്ടാതെ. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആരും മിണ്ടാതെ. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് എടുത്തിട്ട് പോലും നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം സംസാരിക്കുക. കോഴ്സ് തീരാൻ കുറച്ച് മാസമല്ല, കുറച്ചേ ഉള്ളൂ ഇനി. ഇപ്പം കേൾക്കാമോ? ടീച്ചർ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഞാനാണ് ക്ലാസ്സിൽ ഇപ്പൊ ഉണ്ടായിരുന്നേ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇപ്പഴാണ്. എന്നെ കണ്ടല്ലോ. ഞാൻ വന്നല്ലോ. എന്തൊക്കെയാണ് ഡോം വിശേഷം? സുഖാണോ? ഫോണിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയി പോയതാ, അതാണ് കേൾക്കാഞ്ഞത്. ടീച്ചർ ഞങ്ങളുടേത് രാവിലെ ആക്കാൻ പറ്റുമോ ടീച്ചറെ ക്ലാസ്? എല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ ടോം ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും എനിക്കെതിരെ. ഓഫീസിൽ പറഞ്ഞോ? ഞാനോ? വേണ്ട മാം, ഉച്ചയ്ക്കാ നല്ലത്. ഉച്ചയ്ക്കാ നല്ലേന്നോ? ഉറങ്ങി മരിക്കുന്നു ഇവിടെ. അത് ഉച്ചക്കുള്ള പിള്ളേരെന്നാ തോന്നുന്നത്. നിങ്ങൾ അന്ന് പറഞ്ഞ കംപ്ലൈന്റ് സോൾവ് ആയോ? PG രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, സോൾവ് ആയോ? ഇടിച്ചു പറഞ്ഞില്ലേ? 9th ബാച്ചിന് കയറണ്ടെന്ന് പറഞ്ഞു മോർണിംഗ്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് PG ക്ലാസ് ഉള്ളു. 9th ബാച്ചിന് ആരോ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് മതി എന്ന്. അമ്പിളി ചേച്ചിയാണ്. സോറി, ഞാനല്ല. ഞാനാണേ. കണ്ടോ, അതാ പറഞ്ഞ ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എല്ലാം ഇല്ലായിരുന്നോ? പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യം ഉച്ച കഴിഞ്ഞിട്ടാണ്. രാവിലെ എത്ര പണിയും അതാണ് കാര്യങ്ങളും. ഉച്ച. ഞങ്ങൾക്ക് മോർണിംഗ് തിരക്കായിരിക്കും. സൗകര്യം രാവിലെ ആയിരുന്നു. നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മോർണിംഗ് തിരക്കാണ്. തിരക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് നല്ലത്. എനിക്ക് നല്ല ടൈമാ. ടോമിന് രാവിലെ ഉറക്കും. പിന്നെന്തുവാ? ടോമിന് രാവിലെ ഇറങ്ങാലോ. അപ്പൊ PG പ്രശ്നം സോൾവ് ആയി. ഇനിയിപ്പോ എന്താ പ്രശ്നം? രാവിലെ ആക്കണം? വേണ്ട മാം, ഉച്ച കഴിഞ്ഞാ നല്ലത്. വേണ്ട മാം, ഉച്ചയ്ക്ക് നല്ലത്. പോലെ ആക്കാൻ പറ്റുമോ? ഇനി ഒരു 10-20 ദിവസം കൂടിയുള്ള ടോമെ, ഇപ്പൊ തന്നെ ക്ലാസ് തീരും. പിന്നെ അപ്പൊ പിന്നെയും രാവിലെ ആവുമല്ലോ. PG മോർണിംഗ് ബാച്ച് അല്ലേ? എങ്ങനെയാലും ആയിക്കോട്ടെ. പിന്നെ കുറച്ചുകൂടെ ഉള്ളൂ. മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത മാസം കംപ്ലീറ്റ് ആവും, കോഴ്സ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് മന്ത് മാർച്ചില്. ടീച്ചർ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഞങ്ങക്ക് ഫീസ് 6000 രൂപ തന്നെ അന്ന് PGക്ക്. ഫീസിന്റെ കാര്യം താൻ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക, ടീച്ചറോട് ചോദിക്കാതെ. ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്നലെ മാം പറഞ്ഞില്ലേ? ഈ സ്റ്റേജുമായിട്ട് ഇപ്പൊ എന്നെ അടിയാക്കി. ഇവരൊക്കെ തന്നെ എന്നോട് ചോദിക്കുക, ടീച്ചർമാരെ പഠിപ്പിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിനെ കുറിച്ചിട്ടോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടോ ടീച്ചറോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. അല്ലാതെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയില്ല, ടീച്ചേഴ്സിനെ പൊതുവെ അറിയില്ല. നിങ്ങൾ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിക്കാം. നമ്പർ വേണമെങ്കിൽ ഞാൻ സാറിന്റെ നമ്പർ തരാം, വേണോ? വേണ്ട, അവിടുത്തെ എല്ലാ സ്റ്റാഫിനും നമ്പർ ടോമിന്റെ കയ്യിലുണ്ട്. ടീച്ചർക്ക് നമ്പർ തന്നോ?
എല്ലാ ടീച്ചർമാരുടെ അല്ല എല്ലാ സാറുമാരുടെ നമ്പർ എന്നിലുണ്ട്. അത് ആരുടെ നമ്പറാ ടീച്ചർക്ക് വേണ്ടത്? അവര് തരും. ജയദേവ് സാറ്, സിൻരാജ് സാറ്, പിന്നെ പ്രസന്ത, പിന്നെ കുറെ ടീച്ചർ മേഡന്മാര് കുറെ ഉണ്ട്. അവരെല്ലാരും എന്നെ കൊണ്ട് ശല്യമാണ്. അവര് എല്ലാവരെയും വിളിക്കുക. അപ്പൊ അവര് ഓഫീസിലെ കാര്യങ്ങൾ, ഫീസിന്റെ സ്ട്രക്ചേഴ്സ് ഇതെല്ലാം പറഞ്ഞു. ഓക്കെ. ഇപ്പോ സബ്ജക്ട് വൈസ് ആണെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. അത് അവരെ വിളിച്ച് ചോദിക്കേണ്ട. സബ്ജക്ട് വൈസ് ഞങ്ങളോട് ചോദിക്കാം. അപ്പം ടീച്ചറെ ഞങ്ങളെ പഴയതുപോലെ 10 മണിക്കുള്ള പിള്ളേരെ 10 മണിക്കും അങ്ങനെ ആക്കി തരുമോ? ഞാൻ പറഞ്ഞു എന്തൊന്നും എനിക്ക് അറിയില്ല. ചോദിക്കൂ. അത് സബ്ജക്ട് വൈസ് ഉള്ള ഇതല്ലയോ? കണ്ടോ, ഈ അമ്പിളി ചേച്ചി എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം വന്നേക്കോ. അല്ല, കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കും ടീച്ചർ. അതാ സംസാരിച്ചോണ്ടിരുന്നേ. ആണോ? എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്. ദാറ്റ് വാസ് മൈ കോൺഫിഡൻസ്. എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതല്ലേ. ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനേ വേണ്ട. അല്ല ഡോ കോൺഫിഡൻസ് ടോപ്പിന് ഓവർ കോൺഫിഡൻസ് ആണ്, അതാണ്. Okay, we can talk about conference. Okay. Of course, can. തുടങ്ങിക്കോ. ആരെ? ലേഡീസ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റോ? ലേഡീസ് ഫസ്റ്റ് പറഞ്ഞു. ഒരു സ്നേഹം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു എത്ര പെട്ടെന്ന്. എവിടെയായിരുന്നു? എവിടെയോ പോയിരിക്കുന്നില്ലേ? അത് മാഡം ഫോൺ മ്യൂട്ടായി പോയി. അതില് ഞാൻ പറഞ്ഞില്ലയോ? ഫോൺ റീസെറ്റ് ആയി പോയി. ഫോൺ മ്യൂട്ടായി പോയെന്നല്ല. അടുത്തത് ഒരാളും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളൂ ഉറപ്പായിട്ട്. ആരും മിണ്ടുന്നില്ല. ടോമെന്നോ എല്ലാവരോടും പറയൂ. ക്ലാസ്സിലൊന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറയൂ, സംസാരിക്കാൻ പറയൂ. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ഇംഗ്ലീഷ് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാവരോടും. ഞാൻ എല്ലാരോടും ഞാൻ തന്നെ മാഡം പറയുന്നത്. ഇനി ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചവർ വരെ എന്റെ അടുത്തുണ്ട്. ഞാനാ പറഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോഴത്തേന് എല്ലാരും ഒറ്റ പോക്ക് പോയി. കണ്ടോ? ചോദിച്ചു നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് എടുത്തിട്ട് എന്നോട് ആരും സംസാരിക്കുന്നില്ല. ഭയങ്കര കഷ്ടമല്ലേ അത്? മാം ഞാൻ പറയാം. കണ്ടോ? Respected teachers and my dear friends. ടീച്ചേഴ്സ് ഒറ്റ ടീച്ചറേ ഉള്ളു. റെസ്പെക്ട് ടീച്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ടീച്ചേഴ്സ് എന്നാ പറഞ്ഞേ. Confidence means trusting yourself and believing you can do things well. It's not about being perfect, but knowing you can learn and improve. When you are confident, you face challenges without fear and keep trying if you make mistakes. Thank you. നോക്കി പറയാന്ന് പറയത്തേ ഇല്ല. കറക്റ്റ്. ഞാൻ എന്നോട് പറഞ്ഞു ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്യോ, കുറച്ചുകൂടെ നല്ലതാണ്. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ശരിയാ, നോക്കി പറയാന്ന് ഞങ്ങക്ക് തോന്നിയതേ ഇല്ല. ഇനി ഞാൻ പറയട്ടെ വേണം ടീച്ചറെ? പോയോ? Good afternoon, teacher and my dear friends. Today I am talking about the topic self-confidence or confidence. We all know that confidence means being a belief in yourself and about the ability to improve our lives, and it plays a main it plays a main role in our life. അല്ലയോ? ശരിയില്ലേ? If you are self-confident, there are more chance of successful in our life. Remember, self-confidence about build us a boost in our daily life.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ it takes time to do more things and do more good things in our life and to help many of them and to do good works and it will help uh, it will help to do many good things in our daily life and for since there are many things in our life and that's all about that. Thank you for listening this. Thank you, teacher and my friends. Yeah. Okay. Yeah. That's great. Okay. Then, okay. ഇനി ആരാ പറയാം? സ്നേഹ, താഞ്ചന ആൻഡ് ടോം. ഇത് മൂന്ന് പേരും ഞാൻ പറയാം സംസാരിച്ചു. ടീച്ചർ, ഞാൻ പറയാം. ക്യാമറ ഓണാക്കും. ക്യാമറ ഓണാക്കും. ടോമിന്റെ ഓക്കെ. വരട്ടെ. Respected teacher and my dear friends, മകൻ here I കിടന്നില്ലല്ലോ. am speaking about the subject. അള്ളാഹുവിന്റെ മോള് വന്നു അടുത്ത്. Today I am speaking about the subject confidence. Self-confidence is very important in our life. I'm a confident person, but when I speaking the English, my confidence level reduces. If we have the confidence to do it, we can achieve it. A confident person will always succeed in their life. The person who does not have confidence will always be back. Thank you, ma'am. Yeah. Just wait a second. അയ്യോടാ, കുഞ്ഞുമ്മയൊക്കെ കൊടുത്ത് ജയിച്ചു കിട്ടുന്നു. അതിനൊക്കെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. Okay. അപ്പൊ ഇതേപോലെ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കൂ. ഷാജില, how do you feel now when you on the camera? Mute ആണ്. Unmute ചെയ്യൂ. മാം, ഇതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാതെ. മോൾ അടുത്ത് വന്നിരിക്കും. ഒന്നുമില്ല. Yeah. Okay. ഉമ്മന്റെ മാം കണ്ട. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഷാജില? അത് പറയോ, ഒന്ന് ഷെയർ ചെയ്യൂ. Yes, ma'am. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ച് പോവാം. ഇനി എന്ത് തോന്നി? എനിക്ക് സോറി മാം, വേറെ ക്ലിയർ ആയില്ല. ക്യാമറ ഓൺ ആയപ്പോൾ എന്ത് തോന്നിയത്? കോൺഫിഡൻസ് കുറച്ചും കൂടി ബെറ്റർ ആയി. ഫസ്റ്റ് ഓൺ ചെയ്യുന്നത് വരെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഓക്കെയാണ്. ഓക്കെ, കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ഇതാണ് ഓൺ ചെയ്താലുള്ള ഗുണം. ഓക്കെ, അതായത് നിങ്ങൾ ആരെയും കളിയാക്കിയൊന്നുമില്ല. ഇല്ല. അപ്പൊ എന്റെ കാര്യം ടീച്ചർ, അത് എന്റെ കാര്യം പറഞ്ഞില്ല. ഫുൾ ടൈം ക്യാമറ ഓൺ അല്ലേ, എന്ത് പറയാനാ. അതാണ് ഞാനപ്പൊ ഇത്രയും നാൾ ഓണാക്കി വെച്ചിട്ട് എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ടോമിന് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വയ്യ. താങ്ക് യു. ഭയങ്കര ബോറിംഗ് ആയിരിക്കും. You are the most active person in the active student in this batch എന്ന് പറയുന്നത്. Okay, മതിയോ? ഇന്നത്തേക്കുള്ളതായിട്ടില്ലേ? Okay, sister. Yeah. Okay, who is next? അമ്പിളി ടീച്ചർ. ഞാൻ പ്രിപ്പയർ ആയില്ല. മിസ്സിനോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ഇനി ഞാൻ ഒന്നും ചെയ്താൽ ശരിയാവില്ല. ഞാനൊന്നും പ്രിപ്പയർ അല്ലായിരുന്നു മാഡം. ഞാൻ ഈ കോൺഫിഡൻസിനെ പറ്റി ഒന്നും പ്രിപ്പയർ അല്ലാതെ ഞാൻ വന്നത്.
എന്ന് ഞാൻ എനിക്കറിയില്ല കൊച്ചേ പറഞ്ഞു. വേറെ ആയിരിക്കും പറയുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണെന്നൊക്കെയാ, കുഴപ്പമില്ല. നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചതാണ്, ടോപ്പിക് പ്രസന്റ് ചെയ്യണം. പ്രസന്റ് ചെയ്യാത്തവർ ഇനിയുണ്ട്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മാം ഞാൻ പറയാം. ഓക്കെ, മാം ക്യാമറ മാം എന്റെ പേര് സൂസൻ. ഓൺ ചെയ്തിട്ടുണ്ടോ? ഓക്കെ മാം, ഒരു മിനിറ്റ്. ഓക്കെ, മാം ഞാൻ നേരത്തെ മാം വിളിച്ചപ്പോ ഞാൻ ഷോപ്പിലാണ്. അപ്പൊ ഞാൻ കസ്റ്റമേഴ്സ് വരുമ്പോ എടുക്കാൻ പോയി, അതുണ്ടായി. ആ ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ക്ലാസ് കേൾക്കണത് കേട്ടോ. ഓക്കെ ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോളൂ. എന്താ മാം? പെട്ടെന്ന് പറഞ്ഞോളൂ, കുറെ തരുന്നതിന് മുൻപ് പറയൂ. ഞാൻ പറയാം. കോൺഫിഡൻസ് ഈസ് എ ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഇൻ അവർ സെൽഫ് and we should face the challenges all day. In everyday life every time we have challenges in our life, so we should face everything. That's all. അതാണ് മാം വിളിച്ചപ്പോ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. കുറച്ച് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാവും കിട്ടാത്ത. അതിങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അതൊരു മോട്ടിവേഷൻ അല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യൂ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സംസാരിക്കണമെന്ന്, പക്ഷെ പറ്റുന്നില്ല അല്ലെ? ആണോ? അങ്ങനെയാണോ? അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ആഗ്രഹമുണ്ട് വിഷയം, അത് പറ്റുന്നില്ല, പേടിയാണ് പറയുന്നുണ്ടോ? അങ്ങനെയാണോ? തെറ്റിപ്പോകുന്നൊരു ഡൗട്ട്, അതാണ്. ഗ്രാമർ എങ്ങാനും തെറ്റിപ്പോകുന്ന തെറ്റിപ്പോകെ. ഗ്രാമർ തെറ്റും അക്സെപ്റ്റ് ചെയ്യൂ. തെറ്റും അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ പറയുന്നത് തെറ്റാണ്, മിസ്റ്റേക്ക് ആണ് എന്ന് ആദ്യം മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാല് പേടി അങ്ങോട്ട് പോകും, പിന്നെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പിന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ്. മാത്രം പൊട്ടത്തിട്ട ഞാൻ വിളിച്ചു പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടൈം ദിവസം നന്നായിട്ട് പറയാൻ ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് ആരാ? ജോബി ചേച്ചി. ജോബി ചേച്ചി. ജോബി പറയൂ. Good evening, everyone. I am telling about some words of confidence. About confidence. Confidence is very important in our life. Self-confidence by gaining achievements. It gives us energy to do any work without fear. It makes our everyone should have confidence. Confidence, self-confidence must. If you have confidence, you can achieve more things. It is the most important thing in our daily life. In our life, you are confidence. അതൊക്കെ പറഞ്ഞു കൊടുക്കുമോ ഞാൻ പറയാൻ വേണ്ടി? ജോബിക്ക് ഒന്നാമത്തെ ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ ഇരിക്കുകയാണ്. ടെൻഷൻ നോക്കിയേ. ജോബി ഇങ്ങനെ സംസാരിക്കും, മലയാളം സംസാരിക്കും, ഇംഗ്ലീഷ് വേണ്ട, മലയാളം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. ഈ മലയാളത്തിൽ പറയൂ, കോൺഫിഡൻസ് എന്താണ്? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ്. വിശ്വാസം ജോബിക്ക് ഉണ്ടോ? ഉണ്ട്. അതൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കിയാണ്. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. It is very important feature of our life.
It will improve our capacity to gaining our objectives or objectives. കൂളായോ? Right. കൂളാണ്. കൂളായല്ലോ അല്ലേ? ഫേസിലെ മുഴുവൻ ടെൻഷനാണ്. ഓക്കെ ജോബി, ടെൻഷൻ അടിക്കണ്ട, നന്നായിട്ട് സംസാരിക്കുക. ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്നോർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഫസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ചല്ലോ, അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. കോൺഫിഡൻസ് ലെവൽ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പയ്യെ പയ്യെ ഇംഗ്ലീഷ് സംസാരിക്കാം. ആദ്യം മലയാളം സംസാരിക്കും. മലയാളം സംസാരിച്ച് എന്നോട് മലയാളത്തിൽ കുറച്ച് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാം. അപ്പോഴേക്കും നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും. അതിനുശേഷം പയ്യെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കുക. തെറ്റും എന്ന് നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് പൊട്ട തെറ്റാണ്, എന്നാലും ഞാൻ പറയും. അതാണ് കോൺഫിഡൻസ്. അങ്ങനെ പറയാം. ഇവിടെ ഇരിക്കുന്ന ആരും ചൊവ്വയെ കളിയാക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് ഇതേപോലെ ക്യാമറ ഓൺ ചെയ്യാം, കൂളായിട്ട് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ആരാ നെക്സ്റ്റ്? ആരാ പറയാ? വിളിക്കൂ, ആരെങ്കിലും വിളിക്കൂ. അടുത്ത ഇനി ആരും തപ്പി പിടിക്കട്ടെ, എല്ലാരും ആയും തോന്നുന്നു. ഞാൻ ബാച്ച് ബിയിൽ ആരും പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു. HAB ഞങ്ങളുടെ എല്ലാരും ആയും തോന്നുന്നു. പേര് വിളിക്കൂ, പേര് വിളിച്ചോളൂ, വരും. സ്നേഹ ചേച്ചി ഇല്ലയോ? ചേച്ചിയാണോ അനിയത്തിയാണോ? ആരെങ്കിലും കുഴപ്പമില്ല. സ്നേഹ ചേച്ചി. ആദ്യം ഞാൻ ബാച്ച് ബിയാ. ഞാനും ബാച്ച് ബി ആണ്. ബാച്ച് ബി പറയട്ടെ. ബാച്ച് ബിയാണ് ബി പറഞ്ഞിട്ടുള്ളത്. മൂന്നാള് പറഞ്ഞു. ഒരാളെയും വന്നിട്ടുള്ളൂ തോന്നുന്നു. ബാച്ച് ബിയില് 3 ആള് പറഞ്ഞു. ആ എന്നാ 5 പറഞ്ഞിട്ടില്ല, മറന്നുപോയി. 5 ഒളിച്ചിരിക്കുവായിരുന്നു. 5 പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പഴാ കണ്ടുപിടിച്ചു. ആരും പറയുന്നില്ല. ഓക്കെ, ക്ലാസ്സിൽ പോവാം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും? പറയൂ. 5 പോയി, 5 ലെഫ്റ്റായി പോയി. എനിക്ക് എപ്പോഴേ പോകുന്നു. ഇനിയിപ്പൊ മെസ്സേജ് ഇപ്പം വരുന്നുണ്ട്. യെസ് മാം, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 5 വന്നു. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? യെസ് മാം. യെസ് മാം. മുമ്പൊക്കെ മാം ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. വേറൊന്നിനല്ല, നമുക്ക് ഞാനിപ്പോ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷാണ് മുഴുവൻ സംസാരിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ. മലയാളികൾ കുറവല്ലേ കൂടുതലും. അപ്പോ പിന്നെ എന്ത് സംസാരിക്കണ ഒരു പേടി. അപ്പൊ ഹസ്ബൻഡിനെ ഒന്നിച്ചിട്ട് കൂട്ടും. എന്നും ഞാൻ വാശി പിടിക്കും, നിങ്ങൾ നിർബന്ധമായിട്ട് വരണോ. കാരണം എനിക്ക് ഇംഗ്ലീഷാണ് പ്രശ്നം സംസാരിക്കാൻ. മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. അപ്പോ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എവിടെ ഒറ്റക്ക് പോകാനുള്ളൊരു കോൺഫിഡന്റ് എന്ന് പറയുന്നത് അത് കിട്ടി. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോകും, ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒറ്റക്ക് പോകുന്നതിന് ഒരു പ്രശ്നമില്ല. അതന്നെയാ എനിക്ക് വന്ന മാറ്റം ഈ ക്ലാസ്സിൽ കൂടുതൽ. ഞാനൊരു അമേരിക്കൻ സായിപ്പായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. He told me to take a photo when he is speaking. No, it was happened when the convention of our church is been done. He told me to take some photos when he is speaking. Oh. Yes, ma'am. ഷാജിറ, ക്ലാസ് കൊണ്ടാണോ അത്ര ഇമ്പ്രൂവ്മെന്റ് കിട്ടിയത്? അതെ, യെസ് മാം.
നിങ്ങളെ ക്ലാസ് കൊണ്ടാന്ന് 2 ടീച്ചേഴ്സിന്റെയും ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ഇപ്പോഴും നല്ലോണം ഫ്ലുവൻ്റ് ഒന്നും അല്ല, എന്നാലും കുറച്ച് ഇപ്പോ കൂടുതൽ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടാ. പക്ഷെ എന്നാലും നമ്മ ഡെയിലി സംസാരിക്കുന്നില്ലേ, നമുക്ക് എവിടെയാണ് അതെവിടെയാണ് അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയെങ്കിൽ എന്തെങ്കിലും ആയിട്ട് സംസാരിച്ചിരിക്കുന്ന തള്ളാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ലാംഗ്വേജിന് കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. നല്ലതാണ്. ഓക്കെ, ഇറ്റ്സ് എ ബെറ്റർ ടൈം. നന്നായിട്ട് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തു, ഇപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആയാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇവിടെയാണ് ഇപ്പൊ ജോബ് നോക്കണ്ടേ ഈ കോഴ്സ് കഴിഞ്ഞിട്ടായിട്ട്. അപ്പൊ മെയിൻ വേണ്ടത് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ ഇവിടെ വേണ്ടത്. അപ്പൊ എനിക്കത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈ കോഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, ഇംഗ്ലീഷ് വേണം. അതാണ് ഇപ്പോ ഈ ക്ലാസ് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏത് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല കേട്ടോ. അത് എവിടെ പോയാലും ശരി, നമ്മൾ സ്വന്തം ഹാർഡ് വർക്ക് ചെയ്യണം. ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പറയണം. എന്നാലേ നമുക്ക് ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി എന്ന് പറയുന്ന ഒരു എത്തണമെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതേപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കുറച്ചുകൂടെ മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ശ്ലോകമാണല്ലോ. ടോമിന് ഉറക്കം വരുന്നുണ്ടോ? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാതിരുന്നപ്പം ഉണ്ട്. ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ചാ. അമ്പിളി ചേച്ചി ഇതിനിടയിൽ എന്തോ പണി വരാൻ വന്നേ. അമ്പിളി എന്ത് പറയാൻ വന്നല്ലോ, പറയൂ അമ്പിളി. നോ മിസ്. ഇംഗ്ലീഷ് ക്ലാസ്സില് നോട്ട്സിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങൾ ഇതുപോലെ ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂളായിട്ട് നിങ്ങൾ സംസാരിക്കണം അല്ലെ. ഇംഗ്ലീഷ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം നിങ്ങളുടെ നോട്ട്സ് കയ്യിലുണ്ട് എന്നല്ല നമുക്ക് ഇമ്പോർട്ടന്റ്. എത്ര നോട്ട്സ് ഉണ്ടെങ്കിൽ എത്ര ഗ്രാമർ അറിയാമെങ്കിലും നമുക്ക് സംസാരിക്കണം അല്ലെ. ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം, ശരിയല്ലേ? അപ്പൊ കിട്ടിയ പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് ഫുള്ള് മിക്കപ്പോഴും നമ്മൾ ക്ലാസ് ഇതുപോലെ ഇന്ററാക്ഷൻ ആയിരിക്കും. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചൂടെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം ഇംഗ്ലീഷ് അല്ലെ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കും. ഗ്രൂപ്പ് ഡിസ്കഷനോ ഡിബേറ്റോ എന്ത് വേണം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, ഹലോ മാം, നമ്മള് ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് പറയേണ്ടി വരും. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ഇംഗ്ലീഷിലൊക്കെ ചോദിക്കാൻ നമുക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇംഗ്ലീഷ് അത് ഞാൻ ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞു തരും. അപ്പൊ അത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കുക. അല്ലാതെ അവരെന്തെങ്കിലും ചോദിച്ചാൽ ഇത് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമെന്നില്ലല്ലോ മാഡം. കമ്പൽസറി ഒന്നുമല്ല. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നോക്കിയിട്ടല്ലോ നമ്മൾ ജോലിക്ക് അവര് എടുക്കുന്നത്, മനസ്സിലായോ? അത് ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അങ്ങനത്തെ ഒരു പേസ് അല്ലല്ലോ നിങ്ങൾ, അങ്ങനത്തെ ഒരു ജോബ് ബേസ് അല്ലല്ലോ എടുക്കാറ് അല്ലെ. ഹോസ്പിറ്റൽ ഫീൽഡ് ആണ്, ഇംഗ്ലീഷ് അത് ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, സംസാരിക്കാൻ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം അവർ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ പറയാം, ഞാൻ അത്ര ഫ്ലുവന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് കാര്യം പറയാം. അവർക്ക് മനസ്സിലാവണം നമ്മള് കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ പോരെ ടീച്ചറെ. നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മളവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബാഡ് ഇംപ്രഷനാണ്. കാരണം ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമുക്ക് പൊട്ടത്തരം പറയുന്നത് ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് അറിയില്ല എന്ന കാര്യം അവതരിപ്പിച്ചിട്ട് നമുക്ക് ഓക്കെ മലയാളത്തിൽ പറയാം. അവർക്ക് അത് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യുന്ന പോലെയാണ് അല്ലെ.
ഇംപ്രസീവ് ആണ് അത്, അങ്ങനെ പറയാം. അല്ലാതെ അവിടെ ഇരുന്ന് വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയണ്ട, അതാണ് നല്ലത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പഠിക്കും. അതുപോലെ അവർ ചോദിക്കുന്ന, നമുക്ക് ഉറപ്പാണല്ലോ ഇന്ന ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുക എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിട്ട് നമ്മൾ പോയി പറയാം. അങ്ങനെയാണല്ലോ ഞാൻ പറയാം. അങ്ങനെ ഇന്റർവ്യൂ ഗ്രൂമിംഗ് സെക്ഷൻ നമുക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ ടീച്ചറെ PGക്കും കൂടെ ഇംഗ്ലീഷ് വെക്ക് ടീച്ചറെ, അത് നല്ലേ. അതെ, ഇപ്പൊ ഡിപ്ലോമക്ക് പോലെ ഇവിടെ ക്ലാസ്സിൽ ആരും വേണ്ടുന്നില്ല. ഇനി PGക്കും കൂടെ ഞാൻ വരാം. ആ സൂസ് എന്ന് പറഞ്ഞ ചേച്ചി ചിരിക്കുന്നു നോക്ക്. എല്ലാവരും ചിരിക്കും, ശരിയല്ലേ? ടോം തന്നെ ആലോചിച്ചു ക്ലാസ്സിൽ എത്രയും പേരുണ്ടെങ്കിൽ ആരൊക്കെയാ സംസാരിക്കുന്നത്? കുറച്ച് പേര് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 58 സ്റ്റുഡൻസ് എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, നിസ്സാരം 10 ബിലോയോ സ്റ്റുഡൻസേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക? എല്ലാവരും പഠിക്കുന്നത് എക്സാമിന് വേണ്ടിയിട്ടാണ്. സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്നത് ഇത്രയും വരെ ഉള്ളൂ. ഓക്കെ, 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും, പിന്നെ PGക്ക് ആവശ്യമില്ലല്ലോ. മാക്സിമം ഇതുപോലെയെല്ലാം ഇനി കുറച്ചെങ്കിലും ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കിട്ടുന്ന സമയം എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് അതേ പറയാനുള്ളൂ, കിട്ടുന്ന സമയം എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഇംഗ്ലീഷ് സംസാരിക്കാം. നിങ്ങൾ തന്നെ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം, ഡിബേറ്റ് നടത്താം, കോൺവെർസേഷൻ നടത്താം. വേണം? യെസ് മാം. യെസ് വേണം. ഇംഗ്ലീഷിലെ മെസ്സേജസ് കേൾക്കാം. ഫസ്റ്റ് ഒരു ലൈൻ, ഒരു സെന്റൻസ് ആരെങ്കിലും പറയൂ. ടോപ്പിക് എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക് എടുക്കുക. ഓക്കെ, അപ്പൊ ടോം പറയാണ് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു അവർ ലൈഫ്. ഇറ്റ് ഗീവ്സ് മോർ ഇൻഫർമേഷൻസ് ഓർ നോളജ് ഇൻ യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ടോം ഒരു സെന്റൻസ് പറഞ്ഞു എന്ന് വിചാരിക്കൂ. അടുത്ത ഒരാള് അതിനെ കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത സെന്റൻസ് പറയാം. മനസ്സിലായോ? അങ്ങനെ കണക്ട് ചെയ്ത് വേണം സെന്റൻസ് ഓരോന്നോരോന്ന് പറയാം. അല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ചത് അങ്ങനെ തന്നെ പറയാനല്ല ഞാൻ പറയുന്നത്. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് അവിടെ അവതരിപ്പിക്കും. അത് 1 or 2 സെന്റൻസ് ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും കവർ ചെയ്ത് വരും. മനസ്സിലായോ? ടോം, താനിറ, സ്നേഹ, അമ്പിളി, സൂസൻ അങ്ങനെ പറഞ്ഞ് അതിനുശേഷം പിന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ പറയാനുള്ള ടൈം തരും. ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നടത്താം. ഓക്കെ, ഐ ആം റെഡി. ആരൊക്കെ റെഡിയാണ്? ഓക്കെ മാം, നടത്താം. റെഡി മിസ്. റെഡിയാണ്. അത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? 9th ബാച്ചിന് ഇല്ല. ബാച്ചിന് കുട്ടികൾക്ക് മാത്രമായിട്ടില്ല, ഒരൊറ്റ ഗ്രൂപ്പ് ഉണ്ട്. എന്റെ ഒരു സജഷൻ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഇത്രയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ, നിങ്ങൾ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ക്ലാസ്സും നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ്സും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സംസാരിക്കാൻ. ഓക്കെ ഓക്കെ മാം. ദൈവമേ, ഗ്രൂപ്പ് തുടങ്ങുന്ന കാര്യം മാത്രം പറയരുത്. 2 ഗ്രൂപ്പ് തുടങ്ങിയതിന്റെ പാട് ഇതുവരെ മാറിയിട്ടില്ല. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണലിറ്റിക്ക് വേണ്ടി മാത്രം. മാമും കൂടി ഉണ്ടാവോ? എന്നാ പിന്നെ കറക്റ്റ് ചെയ്യാലോ. എന്തോ? ആ മേഡം മാമും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടാവോ? നല്ലേ. എന്നാ കറക്റ്റ് ചെയ്യാലോ. എന്നാ മേഡം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഞങ്ങള് പറയുന്ന ഞങ്ങൾ തന്നെ പഠിച്ച് അതിൽ തന്നെ കിടക്കാനും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോഴ്സ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം. കോഴ്സ് കഴിയുമ്പോ ടീച്ചറിന് അടുത്ത ആൾക്കാരെ പഠിപ്പിക്കണ്ടേ? നമ്മള് പിന്നെ എപ്പോഴാ കാണാ? നമ്മള് എന്നെ കണ്ടാലെന്തെങ്കിലും സംസാരിക്കണ്ടോ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാല്. മാമിന്റെ സ്ഥലം എവിടെ? എറണാകുളം. എറണാകുളം. ഞങ്ങൾ ടൂറായിട്ട് വരേണ്ടി വരും. ടൂറായിട്ട് വരേണ്ടി വരും.
ഓ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ഇംഗ്ലീഷ് ഈ ടച്ച് വിടരുത്. അത്യാവശ്യം നിങ്ങൾ ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് അത് വിട്ട് കളയരുത് കേട്ടോ. ഇംഗ്ലീഷ് മാക്സിമം പഠിക്കാം, പറഞ്ഞു പഠിക്കാം. Okay, ma'am. അപ്പൊ ഒരു ടോപ്പിക് പറയൂ, അടുത്ത ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാം. ഇവിടെ ഇപ്പോഴേ സമയമുണ്ടല്ലോ, ഗ്രൂപ്പ് ഡിസ്കഷന് 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് ഉണ്ട്. തീരുവോ? ഇപ്പൊ കഴിയാൻ ചാൻസ് ഇല്ല. ഇപ്പൊ വേണ്ട. Shall we start? No. I am ready. പറയാൻ റെഡി ആയിട്ട് നിക്കണേണ് ടോം. സബ്ജക്ട് കിട്ടിയാ മതി. കണ്ടോ, ഇപ്പം തന്നെ മനസ്സിലായില്ലേ കോൺഫിഡൻസ് ഇല്ലെന്ന്. എന്നിട്ടാണ് ഇവർ ഇത്രയും പേര് കോൺഫിഡൻസ് ഒന്നിന്റെ വാക്ക് വെച്ച് സംസാരിച്ചത്. They didn't have a confidence. അതുകൊണ്ടാണ് നിങ്ങൾ ടോപ്പിക് കൊടുത്തത്. അങ്ങനെയെങ്കിലും അവർക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ലേ. കണ്ടോ കണ്ടോ, അമ്പിളി ചേച്ചി പോരട്ടെ, ഒരു യുദ്ധത്തിന് തയ്യാറാവും. അടുത്തൊരു ടോപ്പിക് പറയാം, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഞാൻ ഒരു ക്ലാസ് എടുക്കാം. പറയൂ, അടുത്ത ക്ലാസ്സിൽ വേണോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ക്ലാസ്സിൽ വേണോ? നിങ്ങളൊന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകും. ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാലവേല. അപ്പൊ നമുക്ക് കുറച്ച് വേർഡ്സ് നമ്മൾ റെഗുലർ വേർഡ്സ് എഴുതിയിരുന്നല്ലോ, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എഴുതി കിട്ടും എല്ലാവരും. ചൈൽഡ് ലേബർ. നമ്മൾ എവിടേക്ക് നിർത്തിയത്? ആണ് ചൈൽഡ് ലേബർ. നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താം. കറക്റ്റ് ആയിട്ട് കിട്ടി വാക്ക്. ഇപ്പൊ കഴിഞ്ഞേ പെട്ടെന്ന് എഴുതൂ. ഇവിടെ വെച്ചാണ് വേർഡ് പറയും. ലാസ്റ്റ് വേർഡ് Say, said. ഓക്കെ, നെക്സ്റ്റ് പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ. സ്നേഹ മ്യൂട്ട് ചെയ്തു കേട്ടോ, എന്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ്. സീസോ, സീൻ, സീക്ക്, സൗട്ട്, സൗട്ട്, സെൽ, സോൾഡ്, സോൾഡ്. അവിടം വരെ എഴുതി. നെക്സ്റ്റ് സെൻഡ്. സെൻഡ് സെൻഡ് സെൻഡ്. സെൻഡ് മീൻസ് അയക്കുക. സ്യൂ, സ്യൂൻ, സ്യൂൺ. സ്യൂൺ എന്ന് വെച്ചാൽ കഴിക്കുക. ഷേക്ക്, എന്താ മാം മീനിങ്? എന്താ സ്യൂഡിന്റെ മീനിങ്? സ്യൂഡിന്റെ മീനിങ് കഴിക്കുക, തയ്ക്കുക, തയ്ക്കുക, തുന്നുക, തയ്ക്കുക എന്നൊക്കെ പറയും. തുന്നുക ഒരു മീനിങ്ങാണ്. ഷേക്ക്, ഷൂക്ക്, ഷേക്കാണ്. ഷൈൻ, ഷോൺ, ഷോൺ. ഷൈൻ, ഷോൺ, ഷോൺ. Sing, sang, sang. Sing, sang, sung. Sing means munguക എന്നൊരു മീനിങ് ആണ്. മുങ്ങുക. Sit, sat, sat. Sleep, slept, slept. Sleep, slept, slept. Sling, slang, slang. Sling means കെട്ടി തൂക്കുക എന്നൊരു മീനിങ് ആണ്. കെട്ടി തൂക്കുക.
സോ സോഡ് സോൺ. ഈ സോ വിതയ്ക്കുക എന്നാണ് meaning. വിതയ്ക്കുക. സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. സംസാരിക്കുക. സ്പെൻഡ് സ്പെൻഡ് സ്പെൻഡ്. Ma'am, so sowed അതിന് മീൻസ് എന്താ? വിതയ്ക്കുക. നമ്മൾ വിത്ത് വിതയ്ക്കില്ലേ, അതുപോലെ വിതയ്ക്കുക. ഓക്കെ. സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. സ്പെൻഡ് സ്പെൻഡ് സ്പെൻഡ്. ചെലവഴിക്കുക, സ്പെൻഡ് ചെയ്യുക. സ്റ്റാൻഡ് സ്റ്റുഡ് സ്റ്റുഡ്. സ്വിം സ്വിം ആണ്. സ്വിം swam swam. Take took take out. Teach taught taught. Tell told told. Think thought thought. Wind wound. Wind കാറ്റാണ് കേട്ടോ, കാറ്റ്. വീപ്പ് വെറ്റ്. വീപ്പ് കരയുക എന്നാണ്. Where born born. Where born born. Where ധരിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് വേറെ ടോപ്പിക് നോക്കാം. അതിന്റെ ചെയ്യാം. പ്രോബ്ലം ഉണ്ട്. Thank you, ma'am. Thank you, ma'am. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ വിഷയം എന്തുവാ? സംസാരിക്കേണ്ട വിഷയം എന്തുവാ? പറയാം. അങ്ങനില്ല. ടോപ്പിക് വേണ്ട, ഇത് കുറച്ച് ക്ലാസ്സിൽ തരണ്ട. അതെടുക്കട്ടെ. തിങ്കളാഴ്ച ഞാനില്ല കേട്ടോ. ടാറ്റ. Okay, thank you all. Bye. Thank you, miss.